യൂണിഫോമിന്റെ കൂടെ കറുത്ത ജീൻസ് നല്ല രസമുണ്ടല്ലേ മോനെ? ആണ് സാറേ, നല്ല ലുക്കാ അല്ലേ? ഇനി മേലെ ഇമാതിരി ലുക്കും കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാ നിന്നെ സസ്പെൻഡ് ചെയ്ത് അയ്യത്തോളെ കണ്ടാ ഫൈൻ തന്നിട്ട് ക്ലാസ്സിൽ പോടാ. നോക്കി നടക്കണ പൊട്ട. നീ എന്താ കളർ ഡ്രസ് ഒക്കെ ഇട്ടോട്ട് ബർത്ത്ഡേ ആണോ? ക്ലാസ്സിൽ കയറാ. സാറേ, ഞാൻ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന സാറാ. പേര് അഖിൽ. ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നത് പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്ന ദിവസം തന്നെ സാറ് താമസിച്ചു. അല്ല, ബസ് കിട്ടിയില്ല. ബസ് കിട്ടിയില്ല. അതിന്റെ സാറ് കാറിലാണല്ലോ വന്നത്. എനിക്കല്ല, അല്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് ബസ് കിട്ടിയില്ല, അതാ താമസം. നല്ല കാണാം. അങ്ങനെ അങ്ങോട്ട് പറ. സാർ അങ്ങോട്ടൊന്ന് വരുമോ? എന്താ പിള്ളേര് കേട്ടാലേ നാണക്കേടാ. സാറിഞ്ഞു വാ. താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. ഇരുന്നു. കുട്ടികളെ, ഇത് നിങ്ങളുടെ പുതിയ മാത്സ് സാറാ, കണക്കാ. അപ്പം നിങ്ങൾ എല്ലാരും ഒന്ന് പരിചയപ്പെട്. ഓക്കെ സാർ. എന്താ മോനെ താമസിച്ചേ? ബസ് കിട്ടിയില്ല. കിട്ടിയില്ലോ. മോൻ ബസ്സിനാണോ വന്നേ? ആന്ന് ബസ്സിനാ. ഒരാള് ബസ്സിൽ തിക്കിലും തിരക്കിലും ഇങ്ങനെ വരുമ്പം ഷർട്ട് ഇത്രയും പളവളാന്നിരിക്കത്തില്ല, നല്ല വിയർപ്പൊക്കെ കാണും. മോൻ നല്ല കാറ്റൊക്കെ കൊണ്ടിട്ടാ വന്ന കേട്ടോ. അത് സാറിന് എങ്ങനെ പറയാൻ പറ്റും? മോൻ റോഡിൽ നിന്നിട്ടേ എന്റെ വണ്ടിയും കൈ കാണിച്ചായിരുന്നു ലിഫ്റ്റിന് വേണ്ടി. ആ ബസ് കൂലിക്ക് സിപ്പപ്പ് വലിച്ച് കയറ്റില്ലയോ? നാക്കിൽ കാണാനുണ്ട് കളറ്. കേറി കേറി ഇരുന്നോട്ടെ. അവസ്ഥയല്ലേ എന്നെ. അപ്പോ എന്താടാ അനിയൻ കൊഞ്ചേ താമസിച്ചേ? ചുമ്മാ കറങ്ങി നടക്കുമായിരുന്നു. കറങ്ങി നടന്ന്. അപ്പൊ മക്കളെ, നമുക്ക് ഫസ്റ്റ് ഡേ അല്ലേ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലോ? പുല്ലൻ ഇപ്പൊ നേരെ ബാക്ക് ബെഞ്ചിലോട്ട് വരും. ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നിങ്ങളോട് കുഴപ്പമില്ല. ഫസ്റ്റ് ബെഞ്ചിലെ ഏമാമാര് പറ, എങ്ങനെയാണ് പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത്? പറ. സാധാരണ ബാക്ക് ബെഞ്ചുകാരെ ആദ്യം പൊക്കുന്നത്. അതെനിക്കറിയാം. ഇനി മുതൽ ഫ്രണ്ട് ബെഞ്ചുകാരെ പൊക്കിയിട്ട് മാത്രമേ ബാക്ക് ബെഞ്ചുകാരെ പൊക്കുന്നുള്ളൂ. ഒന്നും വരാതെ കുറെ ഉണ്ണാക്കന്മാര് ഫ്രണ്ട് വന്നിരിപ്പണെന്ന് എനിക്കറിയാം. ഞാൻ കുറെ കണ്ടിട്ടുള്ള എണ്ണിക്ക്. സാറേ, ക്വസ്റ്റ്യൻ വൺസ് മോർ. ഇരുത്തങ്ങ്. അതുപോലും അറിയത്തില്ല. +1 ഇവനൊക്കെ എങ്ങനെ ജയിച്ചത്? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി P = A + B + C. 3 സൈഡ് കൂടെ കൂട്ടിയാൽ മതി. എന്ത് മനസ്സിലായി? അപ്പൊ ഞാൻ ഒരു ട്രയാങ്കിൾ അങ്ങോട്ട് തരാൻ പോവാ. നിങ്ങൾ അതിന്റെ പെരിമീറ്റർ അങ്ങോട്ട് കണ്ടുപിടിക്കണം. ബാക്കില് ഇങ്ങറ്റിരിക്കുന്ന ആള് ഹോംവർക്ക് എഴുതുവല്ല അല്ലേ? സാറിന് എങ്ങനെ മനസ്സിലായി? ഈ ഇരിക്കുന്ന പഴങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് കോട്ട് ബാങ്കിൽ ഇടുന്നുണ്ട്. നീ മാത്രം കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഇത് കാണുമ്പോഴേ അറിയാം ഹോംവർക്ക് എഴുതുവാന്ന്. ഇനിയിപ്പോൾ അഥവാ ഹോംവർക്ക് എഴുതണമെങ്കിൽ തന്നെ ആ ബുക്ക് എടുത്തിട്ട് ഈ ഡെസ്കിന്റെ അടിയിൽ ഇങ്ങനെ വെച്ചോണം എഴുതാൻ. മാത്രമല്ല ഐ കോണ്ടാക്ട് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ഫോട്ടോ എഴുതണ്ട മൊണ്ണ. അത് ഇടയ്ക്കിടയ്ക്ക് സാറിനെ കാണിക്കണമെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഇട്ടേക്കണം. ഒറിജിനാലിറ്റി അത് വിട്ട് കളിക്കരുത്. അപ്പൊ ആ ബോഡി കാണുന്ന ട്രയാങ്കിൾ മോനെ, നോർമലി നമ്മുടെ ക്ലാസ് ഇരിക്കുന്ന കുട്ടിയുടെ വാ ഇതേപോലെ ഇങ്ങനെ അടഞ്ഞൊട്ടിയിരിക്കില്ല, ഇതേപോലെ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് അണ്ണാക്കി കിടക്കുന്ന ബിസ്ക്കറ്റ് അങ്ങ് ചവച്ചരച്ചിട്ട് ആ പെരിമീറ്റർ കണ്ടുപിടിച്ചിട്ട്. എടാ, ഇത് നമ്മുടെ സ്കൂളിൽ നോർമലി ഉള്ള ഒരു സാറിന്റെ കൂട്ടുള്ള ഒരാളല്ല ഇങ്ങനെ. സംതിങ് സ്പെഷ്യൽ. അപ്പൊ കുട്ടികളെ, ഞാൻ പറഞ്ഞ പെരിമീറ്റർ കണ്ടുപിടിക്കാം. കാളയുടെ കൂടെ ഒക്കെ ഇരിക്കുന്നത് അങ്ങനെ കണ്ട ഇങ്ങനെ ഓച്ചറ കാളെ കൊണ്ട് നമുക്ക്. എടാ, ഇങ്ങനെ വന്നപ്പോ തൊട്ട് നമ്മളെ മൊണ്ണേന്നില്ലടാ വിളിക്കുന്നത്. ഇങ്ങനെ വണ്ടിയുടെ കാറ്റ് നമുക്ക് കുത്തിപ്പൊട്ടിച്ചാലോ? കാറ്റ് കുത്തി അങ്ങ് പൊട്ടിച്ചാലോ? ആരാ സംസാരിച്ചത്? ക്ലാസ്സിൽ ഇരുന്നു ആരും സംസാരിച്ചില്ലല്ലേ? ആരും ഇല്ല സാർ, ഇവിടെ ആരും സംസാരിച്ചില്ല. ഓക്കെ. എടാ, നമുക്ക് കുത്തിപ്പൊട്ടിച്ചാലോ ടയർ? ഗെറ്റ് ഔട്ട്. യു ഗെറ്റ് ഔട്ട്. എണ്ണിക്ക്. അപ്പൊ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് എടാ, നമുക്ക് കുത്തിപ്പൊട്ടിച്ചാലോ ടയർ? അവിടെ പോയിട്ട് ഇങ്ങനെയാണല്ലോ. എങ്ങനെയുണ്ട് സാറ്? ഔട്ട്. എടാ, ഞാൻ പറഞ്ഞില്ലേ? കണ്ടോ? നിന്റെ ലൈന ഇല്ലയോ അപ്പുറത്തിരിക്കുന്നത്? എങ്ങനെ മനസ്സിലായി സാർ? എടാ മോനെ, അകത്ത് കയറിക്ക്. ഈ വെളിയിൽ നിൽക്കുമ്പോളേ നല്ല കാലിന് വേനയാണ്. മാത്രമല്ല നല്ല സുഖമാണ് വെളിയിൽ നിന്ന് വായി നോക്കാന്.
ചോദിച്ചത് മതി കേട്ടോ. ഇവിടെ ഒരു 65% ഉറപ്പാ ഇങ്ങനെ ഒരു പക്ക ബാക്ക് ബെഞ്ചർ ആയിരുന്നു. നിനക്കെങ്ങനെ മനസ്സിലായി? എപ്പോഴും നമ്മളല്ലേ സമയം പോകുന്നത് നോക്കി വാച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സെയിം പ്രോസസ്സ് അവിടെയും കാണാം. സമയം അങ്ങോട്ട് പോകുന്നില്ലല്ലോ. ആ പെരിമീറ്റർ എന്തായി? കഴിഞ്ഞിട്ട് ഏരിയ കണ്ടുപിടിക്കണം. സാറേ അടുത്ത പീരീഡ് ഇവർക്ക് പീറ്റിയാ. സാറ് ക്ലാസ് എടുക്കുന്ന എടുത്തു. ഇവർക്ക് പീറ്റിയുടെ ഒന്നും ആവശ്യമില്ല. സാർ അത് ശരിയല്ല. പിള്ളേര് പഠിക്കേണ്ടപ്പോ പഠിക്കണം, കളിക്കേണ്ടപ്പോ കളിക്കണം. മക്കളെ കളിക്കാൻ പോകും. ഇതേ നമ്മളെ പീറ്റിക്ക് വിടാനുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, അങ്ങനെ ക്ലാസ് എടുക്കാനുള്ള മടി കൊണ്ടാ. 75% അങ്ങനെ ഒരു പക്ക ബാക്ക് ബെഞ്ചർ ആയിരുന്നു. ബാ 75 എന്നുള്ളതേ 85% ആക്കിക്കോ. അതെങ്ങനെ? धक धक दिल धड़के आजा आजा प्यार चिलंब मणिये चातल मഴത്തുളിയേ. സാറേ ബെല്ലടിച്ചറിഞ്ഞല്ലോ, ഒന്ന് മൂത്രമൊഴിക്കാൻ പൊക്കോട്ടെ. അതിനെന്താ പൊക്കോ? ആ സുമേഷ് നീ പറടാ. അടുത്ത വീട് എൻ്റെ ആടാ, കുറച്ച് കഴിഞ്ഞ് കയറിയാൽ മതി. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഓ എന്തോ സാധാരണ നമ്മൾ ബാക്ക് ബെഞ്ചേഴ്സ് അല്ലേ ബെല്ലടിച്ചാലും ക്ലാസ്സിൽ കയറാൻ തോന്നത്തെ. പക്ഷെ ഇവിടെ സാറാ. ഇറ്റ് മീൻസ് 85%. എടാ 85 എന്നുള്ളതേ 100% ആക്കിക്കോ. സാറേ സാറിന് ഒരു 200 രൂപ കടം കാണും. നാളെ രാവിലെ തിരിച്ചു തരാം. എന്റെ ഇല്ല. വണ്ടിക്കൂലിക്കാ സാറേ? എന്റെ ഇല്ല. വണ്ടിക്കൂലിക്കില്ല? ഇല്ല. സാറേ വണ്ടിക്കൂലിക്ക് ഒരു 200 രൂപ കടം തരാൻ പറ്റുമോ? ഇല്ല. ടീച്ചർ ഒരു 200 രൂപ വണ്ടിക്കൂലി കടം. സാർ 200 രൂപ ഉണ്ടോ? പെർഫെക്റ്റ് ബാക്ക് ബെഞ്ചർ. സാറിന്റെ 200 ആണ്. 200 വേണ്ട. ആ പിള്ളേരെ കടം മേടിച്ച് 200 തരാൻ പറ്റുമോ ആരെങ്കിലും? വണ്ടിക്കൂലിക്കാ തിരിച്ചു തരാം നാളെ വരുമ്പോ. ഇല്ല സാറേ സാറിനുണ്ടോ? ചിലമ്പ് മണിയേ ചാത്തൽ മഴത്തുളിയേ.